ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഞാൻ എൻ്റെ മോളെ നോക്കുന്നത് ശരിയാണോ തെറ്റാണോ. ഞാൻ ആരെയും ജഡ്ജ്മെന്റ്സ് എടുക്കാനും ഞാൻ നോക്കി. എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിക്കാണ് ഞാൻ ഈ ദിവസം വരെ മോളെ ഞാൻ വളർത്തിയിട്ട്. കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ ഒരിക്കലും സോഷ്യൽ മീഡിയ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ വേറെ പാരൻസ് ചെയ്തിട്ടൊക്കെ കാണാം. ഒരുപാട് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുവരും. അപ്പം നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മൾ മോശം പാരൻസ് ആണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ബെസ്റ്റാണ്. ആസ് എ പാരൻസ് നിങ്ങളാണ് അവർക്ക് ബെസ്റ്റ്. അതിൽ നമ്മൾ എന്തൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊന്നുമല്ല. ചെറ്റക്കുട്ടില്ല ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നത്. പക്ഷെ അവിടുത്തെ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തിലാണെങ്കിൽ വളരെ സന്തോഷത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 4 കെട്ട് വീടിൻ്റെ ഉള്ളിനേക്കാൾ സന്തോഷം ചിലപ്പോൾ ആ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ടായിരിക്കും. ആദ്യമായിട്ടേ കുഞ്ഞിനെ കാണുന്ന മൊമെന്റ് ഓർമ്മയുണ്ടോ? ഒരു മദർലി ഫീലോ അങ്ങനെയൊന്നല്ല എനിക്ക് വന്നത്. അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കുഞ്ഞ് പ്രസവിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു അമ്മ ജനിച്ചിട്ടില്ല കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ ആ ഒരു സാധനം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ആദ്യം അത്ഭുതമായിരുന്നു. ഓക്കെ ഞാൻ തന്നെയാണ് എനിക്കത് എൻ്റെ ബ്രെയിൻ തന്നെ അത് പഠിപ്പിക്കാൻ എനിക്ക് കുറേ സമയം എടുത്തു. പിന്നെ ഒരു മരവിപ്പാണ് ഒരു ദിവസത്തേക്കൊക്കെ ഉള്ളത്. ഈ അമ്മ കുഞ്ഞെന്നുള്ള ബോണ്ട് പതുക്കെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. കാരണം ആദ്യമൊക്കെ കാണുമ്പോൾ കുഞ്ഞ് എന്തിനാ കരയണേ എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞിനെ എങ്ങനെ കരച്ചിൽ നിർത്തണം മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്കൊരു ന്യൂ ആയിട്ടുള്ള കാര്യം, നമുക്ക് പെട്ടെന്നൊരു സംഭവം വരുമ്പോൾ നമുക്കതങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പതുക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എനിക്ക് ഇപ്പോഴും ഒരു മാസം എനിക്കും പിന്നെ 28 ഡേയ്സ് എനിക്ക് നിൽക്കാനും പറ്റിയിരുന്നില്ല. എനിക്ക് സ്റ്റിച്ചസ് എല്ലാം പൊട്ടിയൊരു ഇഷ്യൂസ് ഉണ്ട്. ഫുൾ സ്റ്റിച്ചസ് പൊട്ടി എനിക്ക് വാഷ്റൂം പോലും പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ പോയിരുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ കൂടെ ഫീഡിങ് ഞാൻ ഫീഡ് ചെയ്യുക തന്നെ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ആ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഞ്ഞിനെ എനിക്ക് അങ്ങനെ എടുത്ത് കൊഞ്ചിച്ച് നടക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. എനിക്ക് നടക്കുന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റും. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് 2ാമത്തെ മാസം കടന്നപ്പോഴാണ് ഇവളും ഞാൻ ആ ഒരു ബോണ്ട് അങ്ങോട്ട് ബിൽഡ് ചെയ്തെടുത്തത്. ആ ഒരു മദറിൻ്റെ ഒരു മൊത്തത്തിലുള്ള സംഭവം. അപ്പോൾ അതിങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്തു. അല്ലാണ്ട് എനിക്ക് ഒറ്റയടിക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ സന്തോഷം വന്നു, കരച്ചിൽ വന്നു. ഞാൻ തന്നെയാണോ എൻ്റെ കുഞ്ഞിനോട് ഞാൻ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയായി കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചോ എന്നുള്ള സാധനം എനിക്ക് വന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനാണ് അവളുടെ കൂടെ വളരണേന്നുള്ളത്. അവളാണ് ചില സമയത്ത് എൻ്റെ പാരന്റ്. ഞാൻ അവളിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ പഠിക്കപ്പെടുന്നു. സത്യമായിട്ടും ഞാൻ അവളെ നിന്ന് പലതും പഠിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് അവൾ വന്നതിന് ശേഷം ഒരുപാട് മാറി എന്നുള്ളത്. അവളുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഇപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന് വന്നിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. ഒരുപാട് അവള് പെട്ടെന്ന് ഒരാൾ നോക്കി ചിരിക്കത്തില്ല. അവള് കുറേ നേരം നോക്കിയിരുന്ന് അവരൊക്കെയാണ് ഒന്ന് ട്രസ്റ്റ് ബിൽഡ്. അവളെ തൊടാൻ തന്നെ അവള് സമ്മതിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവളെ തൊടാൻ വന്നു കഴിഞ്ഞാൽ അവള് അതുകൊണ്ട് അവരെ പേടിപ്പിക്കുന്ന ഈ കുഞ്ഞു വെച്ചാൽ ആരും പേടിക്കില്ല. പക്ഷെ അവളുടെ വിചാരം അവളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാൽ പേടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രേഞ്ചർ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൾ അവരെ മുഖത്ത് നോക്കൂല. അവൾ അവിടെ ഇവിടെ ഒക്കെ നോക്കിയിരിക്കും. കാരണം മൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇവരങ്ങ് പൊക്കോളും. ഇവളെ എടുക്കാൻ വരത്തില്ല എന്നുള്ളൊരു സാധനം. എനിക്ക് അവളെ ഇത് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് ആരെയും വന്ന ഉടനെ എല്ലാവരും ചാടി കയറി മിണ്ടുക അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക ഇല്ല. നമുക്ക് ടൈം എടുക്കണം. നമ്മൾ ടൈം എടുത്ത് ഒരാളെ ഒബ്സർവ് ചെയ്ത് ഓക്കെ ആയിട്ട് മാത്രമേ നമുക്ക് ട്രസ്റ്റ് കൊടുക്കാവൂ. എന്നിട്ട് മാത്രമേ നമ്മളുടെ ആ ഒരു ബൗണ്ടറിയുടെ ഇപ്പുറത്ത് കടത്താൻ പാടുള്ളൂ. അത് ഞാൻ പഠിച്ചത് ഈ കൊച്ചിൻ്റെ ഞാൻ പഠിച്ചത്. അവളുടെ ഓരോ ടാക്ടിക്സ് അത് ഞാൻ അതാക്കിയത്. അല്ലാണ്ട് അവൾ വന്ന് ഞാൻ അടുത്തേക്കും അങ്ങനെ ഓടിപ്പോകുന്നില്ല. ഞാൻ ഇപ്പോൾ വളർത്തുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ആദ്യം ഓർക്കേണ്ടത് എൻ്റെ അംജുക്കാടെ ഫേസ് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. അത് നിർബന്ധം എന്നല്ല, അത് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അവളെ ഓർക്കണം. അപ്പം ഞാനും അംജുക്ക എന്ന് പറയുന്നത് അവളുടെ ഒരു കംഫർട്ട് സോണാണ്. അവൾക്ക് ധൈര്യമായിട്ട് പറയണം എനിക്ക് എൻ്റെ മമ്മിയും പപ്പയും ഉണ്ടല്ലോ എന്നാൽ അവരെല്ലാവരോടും പറയാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അവിടെ ഞങ്ങൾ സത്യം പറഞ്ഞ പാരൻസ് എന്നുള്ള രീതിക്ക് വിജയിച്ചെന്ന് തോന്നുന്നു. അതല്ലാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കാതിരിക്കും സംഭവിച്ചു. പക്ഷെ അവൾ പേടിച്ചിരിക്കുകയോ ഉമ്മമാരോട് പറഞ്ഞ ഇങ്ങനെ പ്രശ്നം അങ്ങനെ ഒരിക്കലും ആവരുത്. അവൾ ഓടി വന്ന് പറയാനുള്ളൊരു ധൈര്യം ഞങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനത്തെ ഒരു രീതിക്ക് ആ ഒരു എൻവയറമെന്റിൽ അവൾ വളരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവൾ ഇങ്ങനെ വളരണം അങ്ങനെ വളരണം അങ്ങനെയൊന്നുമില്ല. അവൾ അവളുടെ രീതിക്ക് വളരട്ടെ. അവൾ ആരെ പോലെയും വളരണ്ട. അവൾ അവളുടെ രീതിക്ക് വളരട്ടെ. അവളുടെ ഇഷ്ടങ്ങളിൽ അവൾ ജീവിക്കട്ടെ. അവൾ നല്ലൊരു കുട്ടിയായിരിക്കട്ടെ. ആരെയും വിഷമിപ്പിക്കാത്ത എന്താ പറയാ മനസ്സിൽ കുറെ നന്മ ഉള്ള നല്ലൊരു മിടുക്കി മോളായിട്ട് വളരട്ടെ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും നാളും ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ സംസാരിക്കുമ്പോഴായിരുന്നു ആളുകൾ കൂടുതലായും അശ്ലീലിനെ തിരിച്ചറിയുന്നതും വീഡിയോ വൈറലാവുന്നതൊക്കെ. അതിലൊരു നല്ല ഉദ്ദേശമുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ യൂട്യൂബ് റവന്യൂ എന്നതിനപ്പുറം ആളുകളിലേക്ക് ഇത് എത്തിക്കുക, ധൈര്യസമേത ഈ സബ്ജക്റ്റ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി സംസാരിക്കുന്നു എന്നതുവരെയായിരുന്നു വലിയ ചർച്ച ഉണ്ടായിരുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുന്ന ഒരാളാണ്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ? അല്ലെങ്കിൽ ആളുകൾ ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് എന്തെങ്കിലും അവർക്ക് വല്ല ബോധം വന്നു തുടങ്ങിയോ?
സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാൻ എനിക്ക് ആരുടെയും ധൈര്യത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ മാത്രം. കാരണം എനിക്ക് 101% ഉറപ്പാണ് ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വേറൊരു ഒപ്പീനിയൻസിൻ്റെ ആവശ്യം വന്നിട്ടില്ല, ഒന്നിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അത് എൻ്റെ ഡിസിഷൻ, എൻ്റെ മാത്രം ഡിസിഷനാണ്. അപ്പോൾ ഇവിടെ ഇതിൽ നെഗറ്റീവായി കാണുന്നവരുണ്ട് പോസിറ്റീവ്. ഞാൻ നെഗറ്റീവിന് വക പോലും വെക്കുന്നില്ല. കാരണം അത് അവരെ വിവരമില്ലായ്മയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിനിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരു വെറും 2 പോസിറ്റീവ് കമൻസും ബാക്കി ഫുൾ നെഗറ്റീവ് കമൻസും ആണെങ്കിൽ പോലും ഞാൻ അതിൽ നിന്ന് ഒരു പടി ഇങ്ങോട്ടേക്ക് ഞാൻ മാറത്തില്ല. കാരണം അതെനിക്ക് അത്ര ഉറപ്പാണ്. സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ ഇവിടെ സൊസൈറ്റിക്ക് അത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റിന് എനിക്ക് ഒരു രൂപ പോലും കിട്ടത്തില്ല എന്നുള്ളത്. കാരണം $1 അടിച്ചു തരും, സെൻസിറ്റീവ് ഡയലോഗ് സെൻസിറ്റീവ്, നമുക്ക് പൈസ കിട്ടത്തില്ല യൂട്യൂബിൽ നിന്ന്. പക്ഷെ എനിക്ക് പൈസ കിട്ടും, കാരണം പ്രൊമോഷൻസ് അതും ഇതൊക്കെ വഴി. സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു രൂപ പോലും അതിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇത് വെച്ച് പൈസ ഉണ്ടാക്കാന്ന് പറയുന്നത് അത് ആൾക്കാർ പറയണ ഏറ്റവും എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇത് വെച്ചിട്ട് പൈസ, എനിക്ക് ഒരു രൂപ പോലും സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് കിട്ടില്ല യൂട്യൂബിൽ നിന്ന്. അപ്പൊ എനിക്ക് അതെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ടോപ്പിക് ഇതാണ്, ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്, അത്രയും നല്ല ടോപ്പിക്കാണ് ചെയ്യുന്നത്, ആൾക്കാർക്ക് അത്യാവശ്യമുള്ളതുമ്പോൾ എനിക്ക് എന്നെ ആലോചിക്കും ഒരു പ്രൗഡാണ് ആ ഒരു കാര്യം ആലോചിക്കും. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ആളുകൾക്കിടയിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴേ അവർക്കതിൽ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കാരണം അവർ മനസ്സിലാവുന്നുണ്ട്. കാരണം എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇത്താടെ വീഡിയോസ് എന്ത് ഹെൽപ്ഫുൾ ആണെന്നറിയോ, ഇത്താടെ വീഡിയോസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, അവർക്ക് ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി വീഡിയോസ് ഞാനിപ്പോൾ കുറേ ആയിട്ട് പണ്ടത്തെ പോലെ ഭയങ്കരമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ചെയ്യാത്തതെന്ന് വെച്ചാൽ ടൈം കിട്ടും. നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് അതിനെ റിസർച്ച് ചെയ്യണം. പൊട്ടത്തെറ്റ് ഒരിക്കലും വിളിച്ചു പറയാൻ പറ്റില്ല. ഒരു തെറ്റോ ഒരു പൊട്ടത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആൾക്കാർ വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാനൊരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന പോലെ അല്ല ഒരു ടോപ്പിക്കിനെ ചെയ്യുമ്പോൾ. അപ്പം അത്രയും എൻ്റെ ഡെഡിക്കേഷൻ അതിനാവശ്യം. അപ്പോൾ എനിക്കിപ്പോൾ കുഞ്ഞായപ്പോഴും എനിക്ക് ആ തിരക്കിൽ എനിക്കത് അതിന് മാത്രം ടൈം കിട്ടാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടന്റും കുറവ്. അപ്പോൾ എന്നോട് എന്ത് പഴയ പോലെ ചെയ്യാതെ എന്ത് ഹെൽപ്ഫുൾ ആയിരുന്നു പറയും. അപ്പോൾ അതൊരു എല്ലാവർക്കും അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, ഹെൽപ്ഫുൾ ആവും. അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട്, ചോദിക്കാൻ പല മടിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണല്ലോ ആൾക്കാർ വീണ്ടും ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ എനിക്ക് വ്യൂസ് വരുന്നത് ഈ കാണുന്ന ആൾക്കാർ തന്നെ വീണ്ടും കാണുന്നതുകൊണ്ടാണ് വരുന്നത്. പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല, വ്യൂ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ചെയ്യുന്ന കോണ്ടന്റിൽ കുറച്ച് വ്യത്യാസം കൊണ്ടുവരണം, സ്ഥിരമായി ചെയ്യുന്നതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇനി ഇന്ന വിഷയം എടുത്ത് ഞാൻ സംസാരിക്കേണ്ടതുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? കുറെ നാളായിട്ട് ബക്കറ്റ് ലിസ്റ്റ് ഇട്ട് വെച്ച കാര്യം ഞാൻ എല്ലാത്തിനും കൂടി എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്നും ഞാൻ നാളത്തേക്ക് മാറ്റി വെക്കാറില്ല. ഞാൻ അപ്പൊ തന്നെ ചെയ്യും. അതിപ്പോ ഇൻസ്റ്റയിലാണെങ്കിൽ ഞാൻ റീൽസ് രൂപേണ മോട്ടിവേഷൻ രൂപേണ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും, വീഡിയോസ് ഞാൻ ചെയ്യും. യൂട്യൂബിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും ഞാൻ അല്ലെങ്കിൽ അത് പിന്നീട് മാറ്റിയൊക്കെ അതില്ല. അപ്പൊ ഞാൻ പണ്ട് നേരത്തെ ബേബിയുടെ കൂടി ഇരുന്നപ്പോ പണ്ട് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള അസ്ല ഭയങ്കര ധൈര്യത്തോടെ സംസാരിക്കുമ്പോഴേ അത് ഏത് പ്രായം തൊട്ട് അസ്ലന്റെ ആ ഒരു വേരിയേഷൻ? എനിക്കറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ സൈലന്റ് ആണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനെ ഞാൻ ഒരു സ്റ്റേജിൽ കയറാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഞാൻ എല്ലാ വർഷവും ഫാൻസി ഡ്രസ്സിയൊക്കെ പങ്കെടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളൊന്നുമല്ല. എനിക്ക് ഒരു സ്റ്റേജിൽ കയറിയൊക്കെ സംസാരിക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലും. ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാതിരിക്കുക, എങ്ങനെയെങ്കിലും ഒളിച്ചിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പാണ് ഞാൻ. അങ്ങനെ ഇരുന്ന് ഡിഗ്രിക്കായപ്പോൾ എൻ്റെ അക്കാഡമിക്സിലും ഞാൻ നല്ലപോലെ ഇതായി. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന പോലെയല്ല ഞാൻ ഡിഗ്രി എത്തിയപ്പോൾ പഠിക്കാൻ തുടങ്ങിയത്. എന്തിനോടൊക്കെ ഒരു വാശി പോലായി സത്യത്തിൽ എന്തൊക്കെ. അപ്പം ഞാൻ നല്ലപോലെ പഠിക്കാനും തുടങ്ങി, പിന്നെ പങ്കെടുക്കാൻ തുടങ്ങി. എനിക്ക് ഓരോന്നും ഇഷ്ടമായി തുടങ്ങി, സംസാരം ഭയങ്കര ആക്റ്റീവായി തുടങ്ങി. കുറച്ചും കൂടി ഒറ്റയ്ക്ക് പുറത്തു പോകാൻ അങ്ങനെയൊക്കെ ഞാൻ വളരെ ആക്റ്റീവ്. അങ്ങനെ ഡിഗ്രി തൊട്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതായത് ഞാൻ ഡിഗ്രി തൊട്ടിട്ടാണ് ഇങ്ങനെ ബിൽഡായത് ഞാൻ തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കണം ഞാനും ഡിഗ്രിക്ക് പഠിക്കണം ഞാനും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനെക്കാട്ടും സ്ട്രോങ് ആയി. ഇപ്പൊ അതിനേക്കാളായി. ഇപ്പൊ എന്നോട് ഒരാൾ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞാൽ ഞാനും ഒന്നും നോക്കൂല, എനിക്ക് സ്റ്റേജിൽ കയറി എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, ആരോട് വേണമെങ്കിലും എത്ര നേരം സംസാരിക്കാം. പക്ഷെ ചില സമയത്ത് ഞാൻ ഇൻട്രോവേർട്ടാന്ന് പറയത്തില്ല, ചില സമയത്ത് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സൈലന്റാണ്. എന്നെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയാൽ ഞാനൊരു അക്ഷരം ഉണ്ടാണ് ഞാൻ അത് ഇങ്ങനെ വടി പോലെ ഞാൻ നിൽക്കും. എനിക്കൊന്നും വായന്ന് പോലും ശബ്ദം വരില്ല. അത് ഇൻട്രോവേർട്ട് ആയതല്ല, പക്ഷെ എനിക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല. എനിക്ക് അത്രയും കംഫർട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഓക്കെ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ഇല്ലേ അത് പറയാറുണ്ട്, 2 ക്യാരക്ടർ കാണിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ടീം ഗേൾസിലാണ് കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. ആംബിവേർട്ട് എന്നൊക്കെ പറയും. ഈ നമുക്ക് കംഫർട്ട് സ്പേസിൽ മാത്രം സംസാരിക്കാം,
അത് 2 ക്യാരക്ടർ ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ സമയം ഓരോ ക്യാരക്ടർ എന്ന് പറയാറുണ്ട്. ശരിക്കും അത് 2 ക്യാരക്ടർ ആണോ? അല്ല, അതൊരൊറ്റ ക്യാരക്ടറാണ്. നമ്മുടെ ക്യാരക്ടർ അതാണ്. നമ്മൾ വാ തോരാ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ അത് എല്ലാവരോടും ഉണ്ടായിരിക്കില്ല. നമുക്ക് നമ്മളുടേത് വൈബും നമ്മുടെ ഓക്കെയായി നമ്മുടെ ഒരു പീസും എല്ലാം നമ്മൾ ഒരു ജഡ്ജ്മെന്റലായിട്ട് മറ്റുള്ളവർ ഇല്ലാത്ത ഒരു സ്പേസിലായിരിക്കും നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലായിടത്തും പോയി സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലവര് കംഫർട്ട് സ്പേസിലായിരിക്കും. നമ്മളൊക്കെ അങ്ങനെയാ, ഒരു 2 ഫേസ് ആയതുകൊണ്ടല്ലോ, അല്ലെ നമ്മൾ അങ്ങനെയാണ്, അങ്ങനത്തെ ആൾക്കാരാണ്. ചിലവര് ഞാൻ കണ്ടിട്ടുണ്ട്, ഏത് സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ടാലും അവര് സംസാരിക്കും. അവർക്ക് അങ്ങനൊന്നും ഇല്ല. അതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, ബ്ലെസ്സിങ് ആട്ടോ. അതിങ്ങനെ എല്ലായിടത്തും ഒരുപോലെ ഇരിക്കാന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ചില സ്ഥലത്തൊന്നും ഞാൻ ഒന്നും മിണ്ടത്തില്ല. അപ്പൊ എന്നോട് തോന്നും, ഇവളെന്താ അഹങ്കാരിയാണ്, ഇവളെന്താ ഒന്നും മിണ്ടാത്ത, ഇവളെന്താ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, എന്താ അഹങ്കാരം. ആ അഹങ്കാരം കൊണ്ടല്ല, ഞാൻ ഓക്കെ അല്ല, എനിക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ല, എനിക്കിത് എന്താണെന്നും അറിയില്ല. ചുറ്റുവട്ടത്ത് കുറെ സംസാരം നടക്കുന്നുണ്ടായിരിക്കും, ഇതൊന്നും എന്റെ ചെവി കേടുന്നുണ്ടായിരിക്കില്ല, കാരണം ഞാൻ ഓക്കെ അല്ല ആ ഒരു ഏരിയയിൽ. ഏറ്റവും കൂടുതൽ ലൈഫിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്ത ഒരു മൊമെന്റ് ഉണ്ടോ ലൈഫിൽ? ഇപ്പം ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആരും അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് അസ്ല അത് അച്ചീവ് ചെയ്ത് പ്രൗഡായിട്ടുള്ള. ഉമ്മാക്ക് ഏറ്റവും വലിയ സർപ്രൈസ് ഇപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് ഒന്നാണ്. ഉമ്മാക്ക് ഇതിലും വലിയ ഗിഫ്റ്റ് ഒന്നും ഞാനായിട്ട് കൊടുത്തൊന്നും ഉമ്മാക്ക് തോന്നുന്നില്ല. ഉമ്മ ഇത്രയും ഹാപ്പിയായി കണ്ടിട്ട് ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ടും പല കാര്യങ്ങളും. ഇപ്പൊ ഞാന് ഇപ്പൊ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറൊക്കെ ആയിട്ട് ഞാൻ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഞാൻ PG പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പോയി ഞാൻ ടീച്ചേഴ്സൊക്കെ വളരെ നല്ലതൊക്കെ എന്നെ പറ്റിയിട്ടൊക്കെ. പക്ഷെ ഈ ഒരു സമയത്തൊന്നും ഉമ്മാടെ മുഖത്ത് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മ രണ്ടും കേട്ടിട്ടുണ്ട്. എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല ടീച്ചേഴ്സ് ഡേ കേട്ടിട്ടുണ്ട്, എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നല്ലതും കേട്ടിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്ത ഇപ്പൊ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, പല പല ഓരോ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്നും കാണാത്തൊരു സന്തോഷം പീക്കുവായതിനു ശേഷം ഞാൻ കണ്ടേക്കുന്നത്. ഒരു എന്തോ നിധി കിട്ടിയ പോലെയാ, പ്രഷ്യസ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇത് എന്റെ മോളാണ് ഉമ്മാടെ മോളാണ്. ഉമ്മാക്ക് ഞാൻ ഉണ്ടായപ്പോ ഇത്ര മാത്രം ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു. അതിന് ഈ ഒന്നും മിണ്ടിയിരുന്നില്ല, ഈ ബഹളം വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കും, ഇതുപോലൊന്നിനായിരുന്നു അറിയും. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് സർപ്രൈസ്. രണ്ടുപേരും കാണുന്നുണ്ടല്ലോ. ഇപ്പൊ അവള് കൂടുതൽ അറ്റാച്ച് എന്നോട് ഉമ്മാനോട് തന്നെയാണ്. ഞങ്ങളാണല്ലോ ഫുൾ ടൈം ഉള്ളത്. പക്ഷെ അവൾക്ക് ഈ ആളില്ലാതെ പറ്റില്ല എന്നുള്ളത് എൻ്റെ അടുത്ത്. കാരണം അവൾക്ക് ഞാൻ വേണം, എന്തായാലും അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ കുറേ നേരത്തിന് ശേഷം, ഇപ്പൊ അവൾ ഉറങ്ങിയ ശബ്ദം, ഇപ്പൊ ഞാൻ കുറേ നേരത്തിന് ശേഷം ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ അതൊരു ഇരിക്കും ഉമ്മയുടെ കൂടെ. കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പൊട്ടിക്കരയും. അതുവരെ അപ്പൊ അതിന്റെ ഉള്ളിലുണ്ടായിരിക്കും, എവിടെ പോയി ഉമ്മ, ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് സങ്കടം സഹിക്കാൻ അങ്ങോട്ട് തേങ്ങിക്കരയും ഞാൻ കണ്ടു. വൈകിട്ടൊന്നും എനിക്ക് പുറത്തേ പോകാൻ പറ്റില്ല കേട്ടോ. വൈകിട്ട് അവൾക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പോലും പറ്റത്തില്ല. രാവിലൊക്കെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. പകൽ സമയത്ത് കുഴപ്പമില്ല. പകൽ സമയത്ത് കുഴപ്പമില്ല, അവള് കളിയും ചിരിയൊക്കെ ആയിട്ട് നിന്നോളും. ഈ ഉമ്മയതിനു ശേഷം ഉമ്മയിലും കുറെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. മദർ എന്ന രീതിയിൽ നമ്മളും കുറച്ചൊരു മാറ്റം വരുമല്ലോ. അതുവരെ കുട്ടിയൊന്നും ഇല്ലാത്ത സിംഗിൾ ലൈഫ്, അല്ലെങ്കിൽ ഒരു വൈഫായിട്ട് മാത്രം ഇരുന്ന ആള് പെട്ടെന്ന് ഒരു അമ്മയാവുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസമാണ് സ്വിച്ച് ഇട്ട് പോലെ മാറുന്നത്. പെട്ടെന്ന് ഈ ഒരു മാറ്റം വന്നു എനിക്ക് സ്വയം തോന്നിയൊരു കാര്യം. എനിക്ക് പണ്ട് ഉറങ്ങിയില്ലെങ്കിൽ പ്രാന്താ. എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ് ഭയങ്കര ഏറ്റവും ഞാൻ ഈ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടിരുന്ന ഉറക്കം. ഞാനിപ്പോ വെറുതെ ഒരു ഓട്ടോറിക്ഷ ഞാൻ പോവാണെങ്കിൽ അവിടെ ഞാൻ കിടന്നുറങ്ങും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കി പറയേ, ഇവിടെ എവിടെ കിടന്നാലും ഉറങ്ങുമല്ലോ, അങ്ങനത്തെ എനിക്ക് ഉറക്കം എന്താന്ന് പോലും അറിയില്ല. മിക്ക ദിവസവും രാത്രി ഞാനൊരു ഡോളോ കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാം. എനിക്ക് തലവേദന അത്രയും പീക്കായിരിക്കും എനിക്ക് രാത്രി ഉറക്കം. ഞാൻ ഉറങ്ങുന്ന ഒരു സമയം തന്നെ രാവിലെ. അപ്പൊ രാവിലെ ഉമ്മൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ രാവിലെ 6 മണിക്ക് ഉമ്മാക്ക് ഞാൻ കൈമാറും. ഞാനൊരു 9 മണി വരെ ഞാൻ ഉറങ്ങും. അതാണ് എൻ്റെ ഉറക്ക സമയം. രാത്രിയൊക്കെ ഇവളിങ്ങനെ എഴുന്നേക്കുമ്പോൾ എനിക്ക് ആ ഉറക്കം ഇവള് പാവം ഉറങ്ങൊക്കെ ചെയ്യും. അവള് പാലിന് മാത്രമേ എഴുന്നേക്കുള്ളൂ. പക്ഷെ എൻ്റെ ഉറക്കം എനിക്ക് അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ എഴുന്നേക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ മാറിയേക്കുന്നത് ഈ ഉറക്കം. ഞാനിപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഞാൻ ഉറങ്ങാതിരിക്കും, എനിക്കൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വേറെ ഒരു മാറ്റവും സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല. എനിക്ക് ഒന്നിലും വന്നത് ഞാൻ അന്നും ഇന്നും എന്താ എങ്ങനെയാണോ അതുപോലെ ഇതായിക്കുന്നത്. അല്ലാണ്ട് ഇവള് വന്നെന്ന് വെച്ചിട്ട് എനിക്കൊരു മാറ്റം ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് 2 തരത്തിലുണ്ട്. ഒരു വയസ്സായി കഴിഞ്ഞാൽ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്, ആൻഡ് ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് കുട്ടികളുടെ കൂടെ നിൽക്കുന്ന അമ്മമാരും ഉണ്ട്. സൊസൈറ്റി 2 അമ്മമാരെയും 2 പേരും ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ സൊസൈറ്റി കാണുമ്പോൾ 2 രീതിയിൽ അത് എടുക്കും. കുട്ടീൻ്റെ വളർച്ചയിൽ നിൽക്കുന്നില്ല, ആ സമയത്ത് ഇഷ്ടത്തിലുള്ള ജോലിക്ക് പോകുന്ന രീതിയിലായിരിക്കും ആളുകൾ കാണുക.
ഈ രണ്ട് അമ്മമാരും ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെ? രണ്ടും റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോരുത്തരുടെ ഫാമിലിത്തെ സിറ്റുവേഷൻ എന്തെന്ന് അവർക്കേ അറിയുള്ളൂ. പിന്നെ ഒരു കുഞ്ഞായിന്ന് വെച്ചിട്ട് അമ്മമാര് അവരുടെ എല്ലാം സാക്രിഫൈസ് ചെയ്യണതല്ല മദർഹുഡ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഓക്കെ ഒരു അമ്മ ആയതിനു ശേഷം നമുക്ക് വരുന്ന ഏറ്റവും മാറ്റം എന്താ ചോദിക്കുന്നത് അറിയില്ല. ഇപ്പം നമുക്കൊരു ഒരു ഒരു മാംഗോ കിട്ടി. ഒരു മാംഗോ ഞാൻ ഒരു റീലായിട്ട് കണ്ടതാണ്, പക്ഷെ അത് വളരെ സത്യസന്ധമാണ്. ഒരു മാംഗോ കിട്ടി, ആ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കും മാങ്ങ, അമ്മക്കും ഇഷ്ടമുള്ളതാണ് മാങ്ങ. പക്ഷെ ഒരു മാങ്ങ കിട്ടി നമ്മൾ ആദ്യം ആലോചിക്കുക കുഞ്ഞിനായിരിക്കും, കുഞ്ഞിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കും. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ മറന്നു പോകും, ഇത് എനിക്കും കൂടി ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ എന്ന് പറയല്ല, കുഞ്ഞിന് മാറ്റി വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇടയ്ക്കൊക്കെ നമുക്കും കൂടി വേണം, നമുക്കും പ്രയോറിറ്റി വെക്കണം, നമ്മൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ ഇങ്ങനത്തെ ഒരാളെ എക്സിസ്റ്റ് ചെയ്യാത്ത പോലെ വെറും കുഞ്ഞിന്ന് മാത്രമായി പോകും. അതല്ല, നമുക്ക് എല്ലാം വേണം. കുഞ്ഞും നല്ലപോലെ വളരണം, അമ്മക്കും സന്തോഷങ്ങൾ ഉണ്ടായിരിക്കണം. അമ്മയുടെയും ഒരു പഠിച്ച് ജോലി മേടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ആ ഒരു പൊസിഷനിലെത്താന്ന് പറയുന്നത് അത് ആർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത്. കുഞ്ഞിന് വേണ്ട ഒരു ടൈമുണ്ട്, അത് 6 months 1 year 2 years ഒക്കെ അമ്മമാർക്ക് അത് മെറ്റർണിറ്റി ലീവ് ഒക്കെ എടുത്തിട്ട് കുഞ്ഞിന്റെ കൂടെ നിന്ന് അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അത് കുഞ്ഞിന് വേണ്ട ഒരു സമയമാണ്. അമ്മ കുഞ്ഞെന്നുള്ളൊരു ബോണ്ട് ബിൽഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. പിന്നെ ഒരിക്കലും ഇനി കുഞ്ഞിനെ വേറൊരു സ്ഥലത്ത് ഒറ്റക്കാക്കി അത് പോണേലും എനിക്കൊരു ഇതില്ല. കാരണം ഒന്നില്ലെങ്കിൽ അമ്മ ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ, പക്ഷെ ഇവിടെയൊക്കെ അത്രയും പ്രാക്ടിക്കൽ ആവില്ല. കാരണം പുറത്തൊക്കെ ആണെങ്കിൽ ഉണ്ട്, ഓക്കെ ഡേ എടുത്താൽ നൈറ്റ് എടുക്കാം, നൈറ്റ് എടുത്താൽ ഡേ എടുക്കാം, അങ്ങനെ മാറിക്കാവും. എപ്പോഴും കുഞ്ഞിൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒരാൾ വേണം. ഈ കാലം ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് ചെകുത്താൻ്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരിക്കാം. എല്ലാ ചിരിച്ച മുഖങ്ങളെയും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിൽ ഒരുപാട് പിശാചുക്കളും ഉണ്ടായിരിക്കും. സോ നമുക്ക് അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ച് നമുക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത്തരം കുട്ടികൾക്ക് എതിരെയുള്ള അത് ഈ ക്രിമിനൽ സ്വഭാവമുള്ള ക്രൈം ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അത് സ്ത്രീകൾക്കെതിരെയുള്ളതാണെങ്കിലും ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മയോടാണെങ്കിലും കുട്ടികളോടാണ് ഇന്ന് വ്യത്യാസമില്ലാതെ ഈ പ്രവൃത്തി നമ്മൾ റിപ്പീറ്റിൽ നമ്മളെ വാർത്തകളിൽ കാണുന്നതാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതിന് ഓരോ പരിഹാരം എന്ന രീതിയിൽ കഠിനമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് പറയാറുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്നും പറയും, ശ്രദ്ധ വേണമെന്നും പറയും. ശരിക്കും ഇത് ഏതാ അഡ്രസ്സ് ചെയ്യണ്ടേ? നമ്മൾ നിയമത്തിന് ആർക്കും ഇപ്പോൾ പേടിയില്ലാതായിരിക്കണം. എന്താണെങ്കിലും ഒരു നല്ല വക്കീലിനെ വെച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ ഊരിപ്പോരാം എന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ പൈസ ഇറക്കി കഴിഞ്ഞാൽ ഇറങ്ങുക എന്നുള്ളൊരു, അപ്പോൾ ആർക്കൊരു പേടിയില്ല. ഇത്ര വർഷം കിടക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ കാൽക്കുലേറ്റ് നോക്കി ഇത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി നിങ്ങൾക്ക് അല്ല. നമ്മൾക്ക് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഒരു കുഞ്ഞുങ്ങളെന്നല്ല, ഒരു ആർക്ക് നേരെ അതിക്രമം, ഒരു സ്ത്രീക്കോ പുരുഷനോ ആർക്ക് അതിക്രമം അതിൻ്റേതായിട്ടുള്ള തക്ക ശിക്ഷ കിട്ടുന്നു. അത്രയും അതിൻ്റെ ഇവരിത്രയും അനുഭവിക്കണം എന്നൊക്കെ കഴിഞ്ഞൊരു പേടിയെങ്കിലും വരും ഈ ചെയ്യുന്നതിൽ. ആ പേടിയില്ല. അപ്പോൾ പിന്നെ എന്ത് സെക്സ് എഡ്യൂക്കേഷനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ്സ് ഉള്ളവരോടൊന്നും എത്ര സെക്സ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൽ സെക്സ് എഡ്യൂക്കേഷനായിട്ട് യാതൊരു ബന്ധമില്ല. അതൊക്കെ ഇൻഫോൺ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഇവർ പറഞ്ഞ സാധനം ഇവർ ക്രിമിനൽസ് ആണ്. അവർക്ക് തോന്നില്ല, അവർക്ക് അതിനുള്ള ശിക്ഷ തന്നെ കിട്ടണം, അവരതുപോലെ അനുഭവിച്ച് തീരണം. നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മൾ മാക്സിമം കെയർഫുൾ ആയിരിക്കുക. എനിക്ക് ഈ കാലത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കാന്ന് പറയണത് വിഷമമുണ്ട്. കാരണം എങ്ങനെ അതെത്ര ഒരു ഇതല്ലേ നമ്മൾ സൂക്ഷിക്കാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇതാണ്. പക്ഷെ അതേ വഴിയുള്ളൂ. നമ്മളിനി എത്ര സൂക്ഷിച്ചാലും ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറയുന്നത് ദൈവത്തിന് ഭാഗ്യം എന്നും പറയാം. എനിക്കൊന്ന് അസ്ല ജീവിച്ചു വളർന്ന സാഹചര്യത്തില് അസ്ല സ്വയം ഓരോ കാര്യങ്ങള് ഒറ്റയ്ക്ക് നേടിയെടുത്ത ആളാ. അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ നിന്ന് അഭിപ്രായം പറയാനാണെങ്കിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സമ്മതിക്കാത്ത സമയത്ത് സമ്മതിപ്പിച്ച ആളാണല്ലോ. അപ്പം മകളുടെ ഒരു ജേർണിയിൽ എങ്ങനെ അവരെ ആ കുട്ടീനെ വളർത്തുന്നതായിരിക്കും ആസ് എ പാരന്റ് എന്ന രീതിയിൽ ചിന്തിക്കുക? ഞാൻ ഇപ്പോൾ വളർത്തുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ആദ്യം ഓർക്കേണ്ടത് എൻ്റെ അംജുക്കാടെ ഫേസ് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. അത് നിർബന്ധം എന്നല്ല, അത് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അവൾ ഓർക്കണം. അപ്പം ഞാനും അംജുക്ക എന്ന് പറയുന്നത് അവളുടെ ഒരു കംഫർട്ട് സോണാണ്. അവൾക്ക് ധൈര്യമായിട്ട് പറയണം, എനിക്ക് എൻ്റെ മമ്മിയും പപ്പയും ഉണ്ടല്ലോ എന്നാൽ അവരെല്ലാവരോടും പറയാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അവിടെ ഞങ്ങൾ സത്യം പറഞ്ഞ പാരൻസ് എന്നുള്ള രീതിക്ക് വിജയിച്ചെന്ന് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പക്ഷെ അവൾ പേടിച്ചിരിക്കുകയോ ഉമ്മമാണ്ട് പറഞ്ഞ ഇങ്ങനെ പ്രശ്നം മുപ്പ അങ്ങനെ ഒരിക്കലും ആവരുത്. അവൾ ഓടി വന്ന് പറയാനുള്ളൊരു ധൈര്യം ഞങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെ. അപ്പം അങ്ങനത്തെ ഒരു രീതിക്ക് ആ ഒരു എൻവയറമെൻറ്റിൽ അവൾ വളരണം.
എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവൾ ഇങ്ങനെ വളരണം അങ്ങനെ വളരണം അങ്ങനെയൊന്നുമില്ല. അവൾ അവളുടെ രീതിക്ക് വളരട്ടെ, അവൾ ആരെ പോലെയും വളരണ്ട, അവൾ അവളുടെ രീതിക്ക് വളരട്ടെ, അവളുടെ ഇഷ്ടങ്ങളിൽ അവൾ ജീവിക്കട്ടെ, അവൾ നല്ലൊരു കുട്ടിയായിരിക്കട്ടെ, ആരെയും വിഷമിപ്പിക്കാത്ത എന്താ പറയാ മനസ്സിൽ കുറെ നന്മ ഉള്ള നല്ലൊരു മിടുക്കി മോളായിട്ട് വളരട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പൊ പല പാരന്റ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കുട്ടീനെ വളർത്തുന്നത് കറക്റ്റ് ആയിട്ട് തന്നെയാണോ എന്ന്. അത് ആദ്യം ഒരു കുട്ടി വളരുന്ന പോലെ ഒരു പാരന്റ്സും ആദ്യമായിട്ട് ബിൽഡ് ആവുകയാണല്ലോ. അപ്പൊ ഞാൻ കുട്ടീനെ വളർത്തുന്നത് കറക്റ്റ് തന്നെ ആണോ എന്ന ടെൻഷൻ എല്ലാ പാരന്റ്സിനും ഓരോ ദിവസം കഴിയുമ്പോൾ ഉണ്ടാവുമെന്ന്. അതുള്ളൊരു കാരണം എന്തായിരിക്കും? അങ്ങനെ ചിന്തിക്കാണ്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഞാൻ എൻ്റെ മോളെ നോക്കുന്നത് ശരിയാണോ തെറ്റാണോ. ഞാൻ ആരെയും ജഡ്ജ്മെന്റ്സ് എടുക്കാനും ഞാൻ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആരെ അഭിപ്രായങ്ങളോ ആരെ ഒപ്പീനിയൻസും എടുക്കാനും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിക്കാണ് ഞാൻ ഈ ദിവസം വരെ മോളെ ഞാൻ വളർത്തിയിട്ടുള്ളൂ. അപ്പം ഇത് കൂടുതലും നമുക്ക് എപ്പോഴാണ് ഈ ടെൻഷൻ ഇതൊക്കെ ഉണ്ടാവുമെന്നറിയോ, നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കണ കാര്യത്തിൽ ഒരിക്കലും സോഷ്യൽ മീഡിയ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം കുറേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ വേറെ പാരന്റ്സ് ചെയ്തിട്ടൊക്കെ കാണാം. ഒരുപാട് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുവരും. അപ്പം നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മൾ മോശം പാരന്റ്സ് ആണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ബെസ്റ്റാണ്. ആസ് എ പാരന്റ്സ് നിങ്ങളാണ് അവർക്ക് ബെസ്റ്റ്. അതിൽ നമ്മൾ എന്തൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊന്നുമല്ല. ചിലപ്പോൾ വളരെ ചെറിയ ഒരു കുഞ്ചറ്റക്കുടില്ല ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നത്, പക്ഷെ അവിടുത്തെ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തിലാണെങ്കിൽ വളരെ സന്തോഷത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 4 കെട്ട് വീടിൻ്റെ ഉള്ളിലേക്കാൾ സന്തോഷം ചിലപ്പോൾ ആ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ആ കുഞ്ഞിന് ഒരു സേഫ് എൻവയറൺമെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, ഒരു പാരന്റ്സ് ആയിട്ട് വിജയിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഒരു നല്ല പാരന്റ് എന്നുള്ള രീതിക്ക് അവരുടെ ബേസിക് നീഡ്സുകൾ നടത്തി കൊടുക്കുക. ഓക്കെ അവർക്കൊരു സേഫ് ആയിട്ടുള്ള ഹാൻഡ്സിലാണ് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ കഴിഞ്ഞ്. പിന്നെ അവർ താനേ നമ്മളും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനാണ് അവളുടെ കൂടെ വളരണേന്നുള്ളത്. അവളാണ് ചില സമയത്ത് എൻ്റെ പാരന്റ്. ഞാൻ അവളിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ പഠിക്കുന്നു. സത്യമായിട്ടും ഞാൻ അവളിൽ നിന്ന് പലതും പഠിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് അവൾ വന്നതിന് ശേഷം ഒരുപാട് മാറി എന്നുള്ളത്. ഞാൻ അവളുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഇപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒന്ന് വന്നിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. ഒരുപാട് അവള് പെട്ടെന്ന് ഒരാൾ നോക്കി ചിരിക്കത്തില്ല. അവള് കുറേ നേരം നോക്കിയിരുന്ന് അവരൊക്കെയാണ് ഒന്ന് ട്രസ്റ്റ് ബിൽഡ്. അവളെ തൊടാൻ തന്നെ അവള് സമ്മതിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവളെ തൊടാൻ വന്നു കഴിഞ്ഞാൽ അവള് കൊണ്ട് അവരെ പേടിപ്പിക്കാനാ. ഈ കുഞ്ഞു വെച്ചാൽ ആരും പേടിക്കില്ല, പക്ഷെ അവളുടെ വിചാരം അവളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാൽ പേടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രേഞ്ചർ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൾ അവിടെ അവരെ മുഖത്ത് നോക്കൂല, അവൾ അവിടെ ഇവിടെ ഒക്കെ നോക്കിയിരിക്കും. കാരണം മൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇവരങ്ങ് പൊക്കോളും, ഇവളെ എടുക്കാൻ വരത്തില്ല എന്നുള്ളൊരു സാധനം. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എനിക്ക് അവളെ ഇത് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് ആരെയും വന്ന ഉടനെ എല്ലാരും ചാടിക്കേറി മിണ്ടാ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാ. നമുക്ക് ടൈം എടുക്കണം. നമ്മൾ ടൈം എടുത്ത് ഒരാളെ ഒബ്സർവ് ചെയ്ത് ഓക്കെ ആയിട്ട് മാത്രമേ അവർക്ക് ട്രസ്റ്റ് കൊടുക്കാവൂ. എന്നിട്ട് മാത്രമേ നമ്മളുടെ ആ ഒരു ബൗണ്ടറിയുടെ ഇപ്പുറത്ത് കടത്താൻ പാടുള്ളൂ. അത് ഞാൻ പഠിച്ചത് ഈ കൊച്ചിന്റെ ഞാൻ പഠിച്ചത്. അവളുടെ ഓരോ ടാക്ടിക്സ് അത് ഞാൻ അതാക്കിയത്. അല്ലാണ്ട് അവള് വന്ന് കഴിഞ്ഞാൽ ആരുടെ അടുത്തേക്കും അങ്ങനെ ഓടിപ്പോകുന്നില്ല. ഞങ്ങൾക്ക് കൊള്ളാലോ ഇത്. എനിക്കത് ഭയങ്കര ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കാണാം. കുറെ പേർക്ക് അത് ഭയങ്കര പരാതിയാട്ടോ, എന്താ ഈ കുട്ടി ഇങ്ങനെ എന്താ മനുഷ്യന്മാരെ പേടിയുള്ള കൊച്ചു, ഇതെന്താ മനുഷ്യന്മാരെ പേടിയുള്ള കൊച്ചു, ഇത് ഒറ്റ ആളടുത്ത് പോവാത്തത് എന്നുള്ള സാധനം. പക്ഷെ എനിക്ക് നോക്കുമ്പോ അത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് അടിപൊളിയായിട്ട് അത് എനിക്ക് തോന്നി. ഒരു പ്രായം കഴിഞ്ഞാൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് കൊച്ചുങ്ങളോട് നമ്മൾ പാരന്റ്സ് പറഞ്ഞു കൊടുക്കണമെന്ന് പറയാറുണ്ടല്ലോ. അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ കൂടെ അവർ എത്ര 3 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്ലേ സ്കൂളിലായി. നമ്മളുടെ കൺവട്ടത്തിൽ നിന്ന് അവർ മാറുക അല്ലേ. നമ്മളിങ്ങനെ ചിറകോട് പൊതിഞ്ഞിരിക്കുന്ന 3 വയസ്സ് വരെ തോന്നുന്നു. അത് കഴിഞ്ഞാൽ അവര് നമ്മുടെ കണ്ണീന്റെ മുന്നിൽ നിന്ന് മാറുവാണ്. ആ സമയം തൊട്ടിട്ടേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്താണ് ഒരു സേഫ് ബൗണ്ടറി, എന്താണ് അല്ലെങ്കിൽ ഒരു സേഫ് ടച്ച് എന്താണ്. നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ല, സേഫ് ടച്ച് എന്തെന്നാണ് നമ്മൾ കൂടുതൽ ഇതാക്കുന്നത്, സേഫ് ആയിട്ടുള്ളത് എന്ത്. ഇപ്പൊ ചില കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപാടാക്കി കഴിഞ്ഞാൽ പേടിയാവും. ഇപ്പൊ ചിലപ്പോൾ വളരെ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ കൈ പിടിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതുവരെ അവർക്ക് എന്ത് ബാഡ് ടച്ച് ആയിട്ട് തോന്നും. അങ്ങനെയല്ല, അവർക്ക് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കണം അത് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും അവർക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനായിരിക്കും. ഈ ആദ്യമായിട്ടേ വാവനെ കാണുന്ന സമയത്ത് ഫസ്റ്റ് പ്രസവിച്ച കുഞ്ഞിനെ കാണുന്ന മൊമെന്റ് ഓർമ്മയുണ്ടോ? എനിക്ക് ആദ്യം ഞാൻ തന്നെയാണോ പ്രസവിച്ചത്, എന്റെ കുഞ്ഞ് തന്നെയാണോ, എനിക്ക് എന്റെ കുഞ്ഞാണോ ഇത്, എനിക്കത് ബ്രെയിൻ പ്രോസസ് ചെയ്യുന്ന എനിക്ക് ആ സമയത്ത് വന്നത്
ഒരു മദർലി ഫീലോ അങ്ങനെയൊന്നല്ല എനിക്ക് വന്നത്. അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കുഞ്ഞ് പ്രസവിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു അമ്മ ജനിച്ചിട്ടില്ല കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ ആ ഒരു സാധനം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ആദ്യം അത്ഭുതമായിരുന്നു. ഓക്കെ, ഞാൻ തന്നെയാണ് എനിക്കത് എൻ്റെ ബ്രെയിൻ തന്നെ അത് പഠിപ്പിക്കാൻ എനിക്ക് കുറേ സമയം എടുത്തു. പിന്നെ ഒരു മരവിപ്പാണ് കുറച്ച് ഒരു ദിവസത്തേക്കൊക്കെ ഉള്ളത്. ഈ അമ്മ കുഞ്ഞെന്നുള്ള ബോണ്ട് പതുക്കെ പതുക്കെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. കാരണം ആദ്യമൊക്കെ പറയുമ്പോൾ കുഞ്ഞ് എന്തിനാ കരയണേ, എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞിനെ എങ്ങനെ കരച്ചിൽ നിർത്തണം മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്കൊരു ന്യൂ ആയിട്ടുള്ള കാര്യം, നമുക്ക് പെട്ടെന്നൊരു സംഭവം വരുമ്പോൾ നമുക്കതങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പതുക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എനിക്ക് ഇപ്പോഴും ഒരു മാസം എനിക്കും പിന്നെ 28 days എനിക്ക് നിൽക്കാനും പറ്റിയിരുന്നില്ല. എനിക്ക് സ്റ്റിച്ചസ് എല്ലാം പൊട്ടിയൊരു ഇഷ്യൂസ് തന്നെ. ഫുൾ സ്റ്റിച്ചസ് പൊട്ടി എനിക്ക് വാഷ്റൂം പോലും പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ പോയിരുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ കൂടെ ഫീഡിങ് ഞാൻ ഫീഡ് ചെയ്യുക തന്നെ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ആ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഞ്ഞിനെ എനിക്ക് അങ്ങനെ എടുത്ത് കൊഞ്ചിച്ച് നടക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. എനിക്ക് നടക്കുന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റി. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് 2ാമത്തെ മാസം കടന്നപ്പോഴാണ് ഇവളും ഞാനും ആ ഒരു ബോണ്ട് അങ്ങോട്ട് ബിൽഡ് ചെയ്തെടുത്തത്. ആ ഒരു മദറിൻ്റെ ഒരു മൊത്തത്തിലുള്ള സംഭവമൊക്കെ. അപ്പോൾ അതിങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്തത്. അല്ലാണ്ട് എനിക്ക് ഒറ്റയടിക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ സന്തോഷം വന്നു, കരച്ചിൽ വന്നു. ഞാൻ തന്നെയാണോ എൻ്റെ കുഞ്ഞിനോട് ഞാൻ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചോ എന്നുള്ള സാധനം എനിക്ക് വന്നത്. ഈ ഡെലിവറിക്ക് മുമ്പ് ഏറ്റവും പേടി ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? പേടിച്ച കാര്യം അങ്ങനെ ഒന്നും? എൻ്റെ കുഞ്ഞ് ഓക്കെ ആയിരിക്കും. കാരണം എനിക്ക് ഓരോ സ്കാൻ പോകുമ്പോൾ എനിക്ക് അങ്ങനെ സമാധാനപരമായിട്ടുള്ള സ്കാനേ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ 3 മാസം എനിക്ക് നല്ല റിസ്ക് ആയിരുന്നു. എനിക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് ഒരു ഡുഫാസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ട്. അത് ഈ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ അബോഷൻ ആവാതിരിക്കാനുള്ള ടാബ്ലറ്റ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഫുള്ള് കഴിച്ചിരുന്നത് അങ്ങനെ അബോഷൻ ആവാതിരിക്കുക. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്, കുഞ്ഞ് ഓക്കെ അല്ലേ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൂയിഡ് കുറവായി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എനിക്ക് ഓരോ വട്ടം പോകുമ്പോൾ ഓരോ രീതിക്ക് എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് ഓക്കെ അല്ലേ എന്തെങ്കിലും ആവോ എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവസാനത്തെ ഒരു 7 മാസം കഴിഞ്ഞ് 8 മാസമൊക്കെ ആയപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ. പിന്നെ ഒരു പ്രശ്നവും ഇല്ലാത്ത. അപ്പോൾ പിന്നെ എനിക്കൊരു ധൈര്യം വന്നു, ഓക്കെ ഒന്നുമില്ല. എനിക്ക് പിന്നെ പെയിൻ വന്നിട്ടല്ല ഞാൻ പോയത്. എനിക്ക് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക ചെയ്തത്. എനിക്ക് കറക്റ്റ് 40 weeks ആയി, ഞാൻ കംപ്ലീറ്റ് ആയി. അപ്പോഴും പെയിൻ വന്നില്ല. അപ്പോൾ ഡോക്ടർ ഡേറ്റ് തന്നു, ഇന്ന് അഡ്മിറ്റ് ആവാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ അഡ്മിറ്റ് ആവാന്ന് പറയുന്നതിന് 2 ദിവസം മുമ്പ് എനിക്ക് ഹൈ ഫീവർ വന്നു. ഭയങ്കര ഹൈ ഫീവർ, എഴുന്നേക്കാൻ പോലും പറ്റാത്ത അത്ര പനി എനിക്ക് വന്ന് ഒട്ടും വയ്യണ്ട. അങ്ങനെ എമർജൻസി അഡ്മിറ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ ഒട്ടും വൈകിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെയെങ്കിലും ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര പനിയുള്ള സമയത്താണ് ഞാൻ ഈ 16 മണിക്കൂർ ലേബർ പെയിൻ അനുഭവിച്ച് എൻ്റെ ശരീരമൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ മുഖത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്രസവം എന്ന് പറയുന്നത് വളരെ ഈസിയായി എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ പക്ഷെ ഒരിക്കലും മറക്കൂല. എൻ്റെ വ്ളോഗിൽ തന്നെ ഉണ്ട് കംപ്ലീറ്റ്. ഞാൻ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക മൊത്തത്തിൽ. ആ പ്രഗ്നൻസി ഓരോ സമയത്ത് ഡെലിവറിയുടെ ടൈമിലൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. അങ്ങനെയായി. അപ്പോൾ ത്രൂ ഔട്ട് പ്രഗ്നൻസി എനിക്കൊരു ടെൻഷനുള്ള കാര്യമായിരുന്നു. ബേബിയുടെ ക്യൂട്ടായിട്ടുള്ളൊരു റിയാക്ഷൻ എന്താണ് ചെയ്യുന്നതിൽ? ആളെ ക്യൂട്ട് പറഞ്ഞാൽ അവള് ഭയങ്കര സോപ്പിടാൻ അടിപൊളി. അവളൊരു ക്യൂട്ട് ചിരിയുണ്ട്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവള് കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുഖം വീർപ്പിച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ ചിരിക്കും, സോപ്പിട്ടിട്ട് നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് അവൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് ശരിയല്ല, വീണ്ടും അത് ചിരിച്ച് കാണിക്കും. അതൊക്കെ ഭയങ്കര. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഒരു ആരെങ്കിലും ഇപ്പൊ എടുത്തെന്ന് വിചാരിക്കും, അവളങ്ങ് പൊട്ടിക്കരയും കേട്ടോ. ആ കയ്യിൽ നിന്ന് എൻ്റെ കൈക്ക് അങ്ങോട്ട് വന്നു പറയും, സ്വിച്ച് ഇട്ട പോലെ അവളെ കരച്ചിൽ എന്നെ നിർത്തും. സ്വിച്ച് ഇട്ട പോലെ, അത് ഒരു മിനിറ്റ് പോലും വേണ്ട, ആ കൈക്ക് എത്തിയാൽ മതി അവൾ കരച്ചു നിർത്തും. അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണാണ്, ഒരു 10 വർഷം കഴിഞ്ഞ ആളെ ഇന്റർവ്യൂ കാണുമ്പോ ഈ അവളോട് എന്താ പറയാറുള്ളത്? അത് അവള് കാണുകയാണെങ്കിൽ അയ്യോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം, അത്രേ ഉള്ളൂ. എൻ്റെ യൂണിവേഴ്സാണ് അവള്. അത് മൊത്തത്തില് അംജുക്ക എൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് മൈ യൂണിവേഴ്സ് എന്നാണ് എൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ അവൻ്റെയും യൂണിവേഴ്സ് എന്ന് പറയുന്നത് പീക്കൂസാന്ന് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ലോകം മൊത്തത്തിൽ ഇപ്പൊ അവളാ. അവളുടെ സന്തോഷം, അവളുടെ ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും. അംജുക്ക ജോലി കഴിഞ്ഞാൽ അംജുക്ക കണ്ടേ പറ്റും വീഡിയോ കോളിൽ. അവൻ ചിലപ്പോൾ ടൈർഡ്, അവനക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് ഫുള്ള്. അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല വീട്ടിലെത്തിയ. പക്ഷെ ഇവളിങ്ങനെ ഇരിക്കുവാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇവളുടെ കളിയാണ്ട് അവൻ ആ വീഡിയോ കോളിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഫോൺ വെക്കുന്നവരെ അവനായിട്ട് ഇതുവരെ ഞാൻ വെക്കാട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനായിട്ട് വെച്ച് പോകുമ്പോഴേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും, എൻ്റെ മാത്രമല്ല എൻ്റെയും അവളുടെ പപ്പാടെയും
മൊത്തത്തിലുള്ള ഞങ്ങളുടെ സമ്പാദ്യമാണ് അവൾ എന്ന് പറയുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ അച്ചീവ് ചെയ്യായിരിക്കും, ഞങ്ങൾ ഒരുപാട് ചിലപ്പോൾ പൈസ ഉണ്ടാക്കുകയായിരിക്കും, ഒരുപാട് സമ്പാദിക്കും, പക്ഷെ അതൊന്നും ഇവൾക്ക് മുകളിലില്ല. ഏറ്റവും വലിയ സമ്പാദ്യം അവൾ എന്ന് പറയുന്നത്. അവളൊന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്ത് അവളെ ഇന്ന കാര്യമായിരിക്കണം ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തൊരു അമ്മ എന്ന നിലയിൽ? ഞാൻ അവൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിരിക്കും ഞാൻ പഠിപ്പിക്കുക. ആദ്യം തൊട്ടിട്ടേ എന്ത് കാര്യത്തിലും അവൾക്ക് ഇമ്പോർട്ടൻസും അവളെ സ്നേഹിക്കാൻ അവൾ ആദ്യം പഠിക്കണം. അവൾ സെൽഫ് ലവ് അത് ഭയങ്കരമായിട്ടും. കാരണം അവളെ തളർത്താനും അവളെ മൊത്തത്തിൽ വിഷമിപ്പിക്കാനും ചുറ്റിനും ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അവളെ സ്നേഹിച്ച് തുടങ്ങുകയാണെങ്കിൽ ഒരാൾക്കും അവളെ തളർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കും അംജുക്കാക്കും വരല്ല അവളെ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും. അവൾ എത്രയോ സ്നേഹിക്കാൻ പറ്റുന്ന അവൾ സ്വയം അവളെ സ്നേഹിക്കട്ടെ. വലിയ തോട്ടം. ഞാൻ അതായിരിക്കും അവളെ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് പഠിപ്പും അവൾക്കുണ്ടായി. പിന്നെ അവള് താനേ പഠിക്കും ഓരോന്നും. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും ഇല്ലാത്തതും ഈ സെൽഫ് ലവ് ആ. സത്യം. എപ്പോഴും വേറൊരാളുടെ പുറകെ പോകുമ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. ഞാൻ കുറേ കാലം വരെ എൻ്റെ ഹാപ്പിനെസ്സിന്റെ കീ ഞാൻ വേറെ ആൾക്കാരെയല്ല കൊടുക്കുന്നത്. എൻ്റെ ഹാപ്പിനെസ് ഓക്കെ ഈ ആളുണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, ഈ ഇന്ന ആളുണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആവത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് എനിക്ക് ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ, ഞാൻ ഒറ്റയ്ക്ക് ഒരു കഫേയിലൊക്കെ പോയി ഒരു സാൻഡ്വിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മൂവി പോയി ഇരിക്കാൻ പറ്റില്ല. എനിക്ക് കൂടെ ഒരാൾ, കാരണം എനിക്ക് എൻ്റെ ഹാപ്പിനെസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെ ആയിരിക്കും. എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഒരു കഫേയിൽ പോയിരിക്കാനുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഞാൻ പോരാ എന്നെ ഇഷ്ടമല്ല, ഞാൻ കേൾക്കുവാണ് നിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ല, ഇവളെ എനിക്ക് തീരെ ഇഷ്ടമില്ല, ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്നത് എന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ തകർന്നടിഞ്ഞ് ഞാൻ 1 വർഷം 2 വർഷം ഇത് ആലോചിച്ചാൽ കാര്യം എന്നാലും എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലോ എന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതെന്നെ ബോധറൊന്നും കൂടിയില്ല. കാരണം എനിക്കെന്നെ അറിയാം ഞാൻ എന്തെന്നുള്ളത്, എനിക്കെന്നെ ഇഷ്ടമാണ്, കഴിഞ്ഞു അവിടെ കഴിഞ്ഞു. അതൊക്കെ ഞാൻ ഇപ്പം ഈ അടുത്താണ് ഞാൻ ഇതൊക്കെ ബിൽഡ് ചെയ്ത് തോന്നുന്നത്. പണ്ട് ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. പണ്ട് ഞാൻ ഭയങ്കര പറഞ്ഞില്ലേ, അയ്യോ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായെന്ന് പോയി എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ വേറെ ആളും കേൾക്കുകയാണെങ്കിൽ എനിക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അവരെ തെറ്റായിരിക്കാം, ആരോ തെറ്റാണെങ്കിലും ഇങ്ങനെയൊക്കെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഒന്നും ബോധർ ചെയ്തില്ല. എനിക്കറിയാം എന്നെ ഞാൻ ആരാന്ന്. അത് അവളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ കുറെ കാര്യം വിഷമിക്കുന്നത് ഒഴിവാക്കാൻ. ഇപ്പൊ നമ്മൾ പറയില്ല കുറെ വർഷങ്ങൾ പിന്നിട്ട് പോയിട്ട് ചില കാര്യങ്ങളൊന്ന് മായ്ച്ചു കളയാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും ഞാൻ അതൊരു സത്യം പറഞ്ഞാൽ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീൽ ചെയ്തെടുക്കാന്ന് പറയത്തില്ലേ, അതാ ഞാൻ പറഞ്ഞ ഞാൻ ഇവളെ കൂടി ഞാൻ തന്നെ ജനിച്ച പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ പറ്റാത്തതൊക്കെ ഇവള് ജനിച്ചുകൂടി ഞാൻ എന്നെ തന്നെ ഇതാക്കിയോണ്ടിരിക്കുക. കാരണം ഇവളെ എന്നെ കണ്ടിട്ടാവും വളരുന്നുണ്ടായിരിക്കുക. അവളുടെ അമ്മ ഇങ്ങനെയായിരുന്നു, ഓക്കെ. അതേപോലെ അംജുക്കാൻ അവളുടെ പപ്പ ഇങ്ങനെയായിരുന്നു എന്ന് അവൾക്ക് അഭിമാനത്തോടെ എല്ലാരോടും പറയണം. അതൊരിക്കലും നമുക്ക് ഓക്കെ എൻ്റെ മമ്മിയുടെയും പപ്പായുടെയും ഇത്ര പൈസ ഉണ്ട്, ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇത്ര വലിയ വീടുണ്ട്, വലിയ സെലിബ്രിറ്റികളാണ് അല്ല. മറിച്ച് എൻ്റെ പപ്പയും മമ്മിയും നല്ല മനുഷ്യന്മാരാണ്, എൻ്റെ പപ്പയും മമ്മിയും വളരെ സ്നേഹത്തിലാണ്, ഇതാണെന്നൊക്കെ പറയുന്നതായിരിക്കും അവൾക്ക് ഏറ്റവും കൂടുതൽ അന്തസ്സ് ഉണ്ടായിരിക്കുക, അല്ലേ? നമ്മൾ എത്രയൊക്കെ മനുഷ്യന്മാർ മനസ്സും ഇതൊക്കെ മോശമാണെങ്കിലും ഒരു കാര്യമില്ല. ശരിയാ. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ഇന്ന് വളർന്ന് വലുതായ ആളുകൾക്കൊക്കെ പല സിറ്റുവേഷനിലും ഈ ചൈൽഡ്ഹുഡ് ട്രോമയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്താലും അവരെ പിറകോട്ട് വലിക്കുന്നതും അതാണ്. സോ അത് പല പാരന്റ്സിനും അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ പാരന്റ്സ് കുറച്ചും കൂടെ അതില് ബോധത്തോടെ നിൽക്കുന്നുണ്ട്. പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വളരെ നമ്മളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവരെ നമ്മളെ പാരന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ കുറേ ഇഷ്ടങ്ങളും സാക്രിഫൈസ് ചെയ്ത് ചിലപ്പോൾ ആ സമയത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ടൈം കൊടുക്കാൻ അവരെ ഉണ്ടാവില്ല. കാരണം അവര് നമ്മളുടെ ഒരു നമ്മളെ സുരക്ഷിതാക്കാൻ നമ്മളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഇതാക്കുന്നത്. പക്ഷെ അവിടെ കുറേ മിസ് ചെയ്തിട്ടുണ്ടാവുക അവരെ ചൈൽഡ്ഹുഡ് ആയിരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് കുറെ കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പോൾ ഓരോരു ചിത്രം വരച്ചു കൊടുന്നു, അവർക്ക് ആദ്യം കാണിക്കാൻ ഇഷ്ടമായി ചിലപ്പോൾ അവരുടെ അമ്മയും അച്ഛനായിരിക്കും. അത് ഓടി കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടായിരിക്കണം അതിനെ പറ്റിയിട്ട്, ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ അതുണ്ടല്ലോ, കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും പുറത്തു പോകണം എന്നൊക്കെ. ഇതൊക്കെയാണ് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും അവരുടെ മെമ്മറീസിൽ നടന്ന് അവർക്ക് ഒരിക്കലും അവരുടെ ഇതും എത്ര പൈസ കൊടുന്നു അല്ലെങ്കിൽ ഇത്ര ഉണ്ടാക്കി ഈ വീട് വെച്ചു അതൊന്നും അവർ മനസ്സിൽ ഉണ്ടായിരിക്കില്ല. അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും.
അപ്പം അത് കൊടുക്കാന്നുള്ളതാണ് നമുക്കൊരു പാരൻസ് എന്നുള്ളതായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ അഞ്ജുക്ക് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. അത് തന്നെ ആയിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തില് റിലേഷൻഷിപ്പിനെ നമ്മൾ പല പേരുകൾ പറയും. ഇപ്പോഴത്തെ ജെൻസി കുട്ടികളിൽ നിന്ന് പല പേരുകളും നമ്മൾ 90s കിഡ്സും 80s കിഡ്സ് ഒക്കെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെ പല പേരുകളായി. ആൻഡ് അവിഹിതങ്ങൾ, അത് ഇപ്പോഴത്തെ ഒരു ആളുകൾ സംസാരിക്കുന്നത് വളരെ നോർമലായിട്ട് ആളുകൾ അത് എടുത്തു തുടങ്ങി. ഇത്തരത്തിലുള്ള മാറ്റങ്ങളും റിലേഷൻഷിപ്പിൽ തന്നെ വരുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് അസ്ലം അലി കാണുന്നത്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ആൾക്കാർ വിചാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പ്രോഗ്രസീവ് മൈൻഡാണ്. പ്രോഗ്രസീവ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്നൊക്കെ വിളിച്ചത് ഭയങ്കര ചിന്താഗതിയൊക്കെ കൂടി. ഓക്കെ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു ആൾക്കാരുടെ നമ്മളെന്താ പറയുക, നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഇതിരിക്കും, നമ്മുടെ ക്യാരക്ടർ എന്തായിരിക്കും, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എങ്ങനെയാണ് ഇതാവുന്ന ഓരോ കാര്യങ്ങൾ. സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. കുറച്ച് ഈ ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചേ പറ്റൂ, അല്ലേ? ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്കൊരു പാർട്ട്ണറുണ്ട്, വേറൊരാളോട് ഒരു ഫീലിങ്സ് തോന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ചിലപ്പോൾ ഫീലിങ്സ് തോന്നുമായിരിക്കും. ഫീലിങ്സ് മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ മിക്കവരും എന്താ പറയുക, പോളിഗമസ് ആയിട്ടുള്ള ആൾക്കാർ, ചിലപ്പോൾ ഒരു പാർട്ട്ണറിൽ ഒതുങ്ങി നിൽക്കാത്ത ആൾക്കാർ. പക്ഷേ ചില ആൾക്കാർ പോവില്ല. ഓക്കെ, ഇതാണ് എൻ്റെ പാർട്ട്ണർ, എനിക്ക് ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരിക്കലും പോയിക്കൂടാ. നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുന്നു. ശരിക്കും മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. ഈ അവിഹിതത്തിലൊക്കെ പോകുമ്പോൾ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് ചിലർ വെറും ഫ്ലേർട്ടിങ് മൈൻഡ് വെച്ചിട്ടായിരിക്കും. എന്നുവെച്ചാൽ ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും, നല്ലൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇതൊരു തമാശയാവും. ഒരുപാട് വേറെ അഫയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ അഫയർ വെറും ഒരു ലസ്റ്റ്, കംപ്ലീറ്റ് ലസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്താ പറയുക, ഈ നമ്മുടെ സ്വന്തം ഒരു പാർട്ട്ണറിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ ഒരു അഡ്വഞ്ചർ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പുതുമ നഷ്ടപ്പെട്ട് നമുക്കൊരു ഇതുണ്ടായിരിക്കില്ല. ഓക്കെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ബെഡ്റൂമിലാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെക്സിന് ഓക്കെയാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഓക്കെ. അതൊരു രസമില്ലല്ലോ. ഒളിച്ചും പാത്തും ചെയ്യുന്നതിൽ രസം കൂടുതലായിരിക്കും, അല്ലേ? നമുക്ക് ഒരു ഒളിച്ചും പാതും ചെയ്യുന്നതിന് കുറച്ച് ഒരു അഡ്വഞ്ചർ, ഫാൻറ്റസി ഇതെല്ലാം കൂടും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഡോപ്പമിൻ ഹൈ ആയിക്കൊണ്ടേയിരിക്കും, എപ്പോഴും ഹാപ്പി ഹോർമോൺസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാവുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാരുണ്ട്, ആരെ കിട്ടിയാലും മതിയാവില്ല. ഓക്കെ, ഒരു പെണ്ണ് കഴിഞ്ഞു, ഇനി ആ പെണ്ണിൻ്റെ കുറേ മടുക്കും, അപ്പം അടുത്ത പെണ്ണിൻ്റെ കുറേ മടുക്കും. ഇത് ഇങ്ങനെ ഒരു വിനോദമായി കാണുന്നവരും. എന്നാൽ ചില ആൾക്കാർ ഈ അവിഹിതത്തിൽ പോകുന്നത് നമ്മുടെ ഫാമിലി ലൈഫ് ഒട്ടും ഹാപ്പി ആയിരിക്കില്ല, നമ്മളൊട്ടും ഹാപ്പി ആയിരിക്കില്ല. അപ്പോൾ വേറൊരാൾ ആ സമയത്തായിരിക്കും വരുന്നുണ്ടായിരിക്കാം, നമുക്ക് ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന ആശ്വാസങ്ങൾ തന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഈ ആൾക്കാണ് നമ്മളറിയുക, ഈ ആൾ നമ്മൾ അവരെ കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യും, കംപ്ലീറ്റ് ബിൽഡ് ചെയ്യും. ഇതിൽ പുരുഷന്മാർ കൂടുതലും ഫിസിക്കലായിരിക്കും അവിഹിതത്തിൽ പോകുന്നത്, പക്ഷേ ഈ സ്ത്രീകൾ കൂടുതലും ഇമോഷണലി ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഇവരുടെ ആ പുരുഷന്റെ ഫാമിലി ഒരിക്കലും തകരുന്നുണ്ടായിരിക്കില്ല. കാരണം ആള് പാർട്ട്ണറിനോടും ഒരേ രീതിയായിരിക്കും എങ്ങനെ തന്നെ, പക്ഷെ ഈ സ്ത്രീയുടെ ജീവിതം ഇങ്ങനെ തകർന്ന് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നു. അപ്പോൾ കുഞ്ഞുകാരുണ്ട് തകരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സഫർ ചെയ്യാൻ പോണത് ഉറപ്പായിട്ടും അവിഹിതങ്ങളൊന്നും നല്ല രീതിക്ക് അവസാനിക്കില്ല. സഫർ ചെയ്യും, അത് ചെയ്യും. ഇതിൽ ഒരാളായിരിക്കും ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് മറ്റേത് തന്നെ, ആ ആള് അട്ടപ്പടൽ മൂഞ്ചും. അത് ഉറപ്പിച്ചു വെച്ചോ. നിങ്ങളൊരു അവിഹിതത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാള് നശിച്ച് പണ്ടാരടങ്ങും. അത് ഫാക്റ്റാണ്. കൂടുതലും സ്ത്രീകൾക്കായിരിക്കും, അത് കൂടുതലും സ്ത്രീകൾ തന്നെ ആയിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ടായിരിക്കും. ഞാൻ പുരുഷന്മാർ പോവില്ല എന്നല്ല, ഇതിൽ അവിഹിതത്തില് സത്യം പറഞ്ഞാൽ ആത്മാർത്ഥത ഇല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല പാർട്ട്ണർ ഇരിക്കെ എങ്ങനെ പോകുമ്പോഴില്ല. പിന്നെ പാർട്ട്ണർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തെറ്റുകൾ ആർക്കും സംഭവിക്കാം. തെറ്റുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം, ഞാൻ ചെയ്ത് തെറ്റായി പോയി. പക്ഷെ ഇതൊക്കെ നോർമലൈസ് ചെയ്ത് ഒരിക്കലും തെറ്റാന്ന് മനസ്സിലാവാത്തായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വെറും വിനോദം മാത്രമായിരിക്കും, അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ സിറ്റുവേഷൻഷിപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ആരും ഇല്ലാതായി മാറും. നമുക്ക് ഇപ്പം ഞാൻ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, കുറച്ചു കാലം കഴിഞ്ഞ് ഇവർ പോയി മറ്റാളെ സ്നേഹിച്ചു, അവസാനം നമുക്ക് ആരും ഇല്ലാത്ത പോലെ നമ്മൾ തന്നെ ഭയങ്കര സ്ട്രെസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് എപ്പോഴും നമ്മൾ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളെ മൈൻഡ് കൊണ്ട് ഓക്കെ, നിങ്ങൾ സിറ്റുവേഷൻഷിപ്പിൽ ഓക്കെയാണ്, ഓക്കെ പോയിക്കോ. നിങ്ങൾ അത്രയും മൈൻഡ് കൊണ്ട് സ്ട്രോങ് ആണെങ്കിൽ ഇപ്പം നമ്മളോട് ഇപ്പം ഒരു 18 വയസ്സായ ആൾക്ക് എങ്ങനെയും വേണമെങ്കിൽ ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ,
വിശ്വാസവഞ്ചന കാണിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വെറും ഫ്ലേർട്ടിംഗ് ആണ്, വെറും കാമം മാത്രമാണെങ്കിൽ അത് ഓപ്പൺ ആയി പറയാം. എനിക്കിത് മാത്രമാണ് താല്പര്യം, രണ്ടുപേർക്കും ബില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിക്കോ. ഇതല്ലാന്നുണ്ടെങ്കിൽ നിന്നോട് എനിക്ക് ഭയങ്കര പ്രേമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അപ്പുറത്ത് ഇത് തന്നെ പോയി പറയാ, ഇപ്പുറത്ത് തന്നെ പോയി പറയാ. അപ്പൊ പറയണത് അവിടെയാണ് പ്രശ്നം വരുന്നത്. സോ എന്ത് റിലേഷൻഷിപ്പോ എന്ത് തേങ്ങ മാങ്ങ പേരിന്ന് ഇട്ട് കഴിഞ്ഞാലും ക്ലിയർ ചെയ്യാം, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് ക്ലാരിറ്റി വരുത്താം. എനിക്ക് തോന്നുന്നു ബേബി ഉണ്ടായ ശേഷം അസ്ലേക്ക് വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോ നമുക്ക് സംസാരിക്കുമ്പോഴും ചെറിയ കാര്യങ്ങളായാലും അവള് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് അവളുടെ ഹാപ്പിനെസ് ഒക്കെ നമ്മുടെ ഹാപ്പിനെസ് എന്ന രീതിയിലൊക്കെ ആളിൽ തന്നെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. സോ ഒരു നല്ല അമ്മയാണ്. ആളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീഡിയോസിലായാലും അവളെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു ഈ ശരിക്കും അസ്ലിച്ചിട്ട് മോളെന്ന് പറയുമ്പോ കുറച്ചും കൂടി മെച്ചോർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്റെ അമ്മ ഓൾറെഡി ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സോ വയറിലുള്ളപ്പോ തന്നെ ആള് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്യണേ. സോ ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും പറ്റിയില്ല. ഇനി പുതിയ പുതിയ വിശേഷങ്ങൾ വരുമ്പോ എനിക്കൊന്ന് മൂന്നാമത്തെ ഇന്റർവ്യൂ ഓരോ വിശേഷമാകുമ്പോൾ ഞാൻ വരുന്നുണ്ട്. അതെ, സത്യം. ഓരോ എന്റെ സ്റ്റേജ് കല്യാണം കഴിഞ്ഞുകൊണ്ട് പ്രഗ്നന്റ് ആയിരിക്കുന്നുണ്ട്, ഡെലിവറി പിന്നെ അടുത്ത ഓരോ വിശേഷമാകുമ്പോൾ ഇനിയും നമുക്ക് കാണണം. ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്യാം. കാരണം ചേച്ചി വീഡിയോസ് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാത്ത പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓരോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം ഇതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.